ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 അതായത് ലാസ്റ്റ് ഇയറിലെ ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നുള്ളത് നോക്കാം. അതിൽ നമ്മളിപ്പോൾ 2 വർഷത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കാണുമ്പോൾ വളരെ ക്ലിയർ ആയിരിക്കും റിപ്പീറ്റേഷനും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൊബൈൽ ബാങ്കിങ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ബാങ്കിങ്ങിൻ്റെ എല്ലാ ട്രാൻസാക്ഷനും ചെയ്യാമെന്നുള്ളതാണ്. രണ്ടാമത്തെ, വാട്ട് ഈസ് ജനറൽ ക്രോസിങ്? അപ്പോൾ ഞാൻ പറഞ്ഞു ചെക്കും ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസിങ്ങും അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലത്തെ ഒരു ക്രോസിംഗ് ആണ് ഇപ്പോൾ ഇവിടെ ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്കിൻ്റെ ഉള്ളിൽ 2 വര വരച്ചുകൊണ്ട് ചെയ്യുന്നത് ജനറൽ ക്രോസിങ്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കമ്പനിയുടെ നെയിമോ എല്ലാം ഉണ്ടെങ്കിൽ അതങ്ങനെ എഴുതാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ആൻ ഓവർ ഡ്രാഫ്റ്റ്? ഓവർ ഡ്രാഫ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ ചെക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ചെക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ചോദിച്ചിരുന്നു. സ്റ്റെയിൽ ചെക്ക് വന്നു, ഈ ഓർഡർ ചെക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ചെക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ കോസ പ്രോക്സിമ? കോസ പ്രോക്സിമ പറഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ മെയിൻ 7 പ്രിൻസിപ്പിൾസിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വീണ്ടും റിപ്പീറ്റേഷൻ. ECS എന്താണെന്നുള്ളത് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന കാര്യമാണത്. വാട്ട് ഡു യു മീൻ ബൈ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് എ ചെക്ക്? ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ വാട്ട് ഈസ് സ്വിഫ്റ്റ്? ഈ സ്വിഫ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് കൊമേഴ്ഷ്യൽ ബാങ്ക്? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ടേം ഇൻഷുറൻസ് പോളിസി? ഇതെല്ലാം റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് RTGS? നെഫ്റ്റ് RTGS ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നെഫ്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നെഫ്റ്റ് ആൻഡ് RTGS എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും RTGS എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ക്രോസിങ് ഓഫ് എ ചെക്ക്? ഒരു ചെക്ക് ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കാരണം ആരുടെ പേരിലാണോ അത് ചെക്ക് ഡ്രോ ചെയ്തിരിക്കുന്നത് അവർക്ക് മാത്രമാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ക്രോസിങ്. ജനറൽ ക്രോസിങ്ങും ഉണ്ട്, സ്പെഷ്യൽ ക്രോസിങ്ങും ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസിങ്ങും പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. കറണ്ട് ഡെപ്പോസിറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം കറണ്ട് ഡെപ്പോസിറ്റ് എന്നല്ല നമ്മളോട് ചോദിച്ചത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടുകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു essay ക്വസ്റ്റ്യൻ ആയിട്ട്. അതേപോലെ തന്നെ ഏതോ ഒരു ടൈപ്പ് ഡെപ്പോസിറ്റും സേവിങ്സും റെക്കറിങ്ങും അതേപോലെ തന്നെ ഉള്ള ഏതോ ഒരു ഡെപ്പോസിറ്റും കൂടി ചോദിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. വാട്ട് ഈസ് നോമിനേഷൻ ഇൻ ഇൻഷുറൻസ് പോളിസി? ഇൻഷുറൻസ് പോളിസിയിലെ നോമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരാണോ പോളിസി എടുത്ത ആൾ അവർ ആ സമയം ആവുന്നതിന് മുന്നേ തന്നെ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ തുക കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ട് അധികാരപ്പെടുത്തിയിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ലീഗൽ ഹെയേഴ്സ്, പിൻഗാമി എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നോമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്? എന്താണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്? അപ്പോൾ ഇവിടെ ഇൻഷുറൻസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ കോസ പ്രോക്സിമ പ്രിൻസിപ്പിൾസിൽ ഒന്നാണ്. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതിലും നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൽ ഒരു പ്രിൻസിപ്പിളാണ് കോസ പ്രോക്സിമ. അതേപോലത്തെ 2ാമത്തെ പോയിൻ്റാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇൻഷുറൻസ് എന്ന് ടേം ഇൻഷുറൻസ് പോളിസി എന്താ ചോദിച്ചിട്ടുണ്ട്, നോമിനേഷൻ എന്താ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 4 ക്വസ്റ്റ്യനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബാങ്കിങ്? ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻ ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ. ഇതൊരു ന്യൂ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. RBIയുടെ ക്രെഡിറ്റ് കൺട്രോളിങ് വെപ്പൺസ് കുറേ പഠിക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. അതിൻ്റെ ലിമിറ്റേഷനാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇൻഷുറൻസ് ചോദിച്ചത് എന്താണ് ഫയർ ഇൻഷുറൻസ്? അതിനെക്കുറിച്ചൊരു നോട്ട് എഴുതാനാണ്. അതായത് തീ മുഖാന്തരം നമുക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്. അപ്പോൾ ബാങ്കിങ്ങും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ് ഇതൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. കോർ ബാങ്കിങ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നു, ഇവിടെ 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. സിഗ്നിഫിക്കൻസ് എന്താ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നായിരുന്നു. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അസൈൻമെൻറ്റ് ആൻഡ് നോമിനേഷൻ. ഇവിടെ ഇപ്രാവശ്യം ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കാരണം 2 മാർക്കിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ നോമിനേഷനെ കുറിച്ച് ചോദിച്ചു, വീണ്ടും അസൈൻമെൻറ്റ് ആൻഡ് നോമിനേഷൻ എന്താ ചോദിക്കുന്നുണ്ട്.
നെക്സ്റ്റ് എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ എന്താണ് എൻഡോഴ്സ്മെൻറ്റ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, എന്താണ് ചെക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ്, ക്രോസിങ് ഡിഫറെൻറ്റ് അക്കൗണ്ടുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സുകൾ, അതേപോലെ ഇൻഷുറൻസ് എന്നൊക്കെ ഞാൻ അതൊക്കെ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതും. എന്നാലും അത് നമ്മൾ ആ പരീക്ഷയുടെ അടുത്ത് തന്നെ ഒന്നും കൂടി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് പാർട്ടിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എസ് എൽക്ക് പോകുമ്പം ക്രെഡിറ്റ് കൺട്രോളിനാണ് ഇപ്രാവശ്യം ഒന്ന് മുൻതൂക്കം. ക്രെഡിറ്റ് ക്രിയേഷൻ, ക്രെഡിറ്റ് കൺട്രോളാണ്. എക്സ്പ്ലെയിൻ ദ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ RBI. RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു 6-7 പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ഇൻഷുറൻസ്, ഡിഫൈൻ ഇൻഷുറൻസ് ആൻഡ് പോയിന്റ് ഔട്ട് സിഗ്നിഫിക്കൻസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഷുറൻസ് എന്താണെന്നുള്ളതും സിഗ്നിഫിക്കൻസും. നെക്സ്റ്റ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളത്. എക്സ്പ്ലെയിൻ ദ റോൾ പെർഫോംഡ് ബൈ ബാങ്ക്സ് ഇൻ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു 10-20 പോയിന്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ, രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ ബാങ്കുകളുടെ പ്രധാന റോൾ എന്താണ് എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ എന്ന് പറയാം. എന്നാൽ കുറച്ചും കൂടി ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയി തോന്നിയത് നമുക്ക് സെക്കൻഡ് ടൈമിലുണ്ടായ ബാങ്കിങ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷേ 2 ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തേലേക്ക് വന്നപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ ഒരു മോഡൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ പോയിരിക്കുന്നത്. കാരണം 1 റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്, 2 ആ പോയിൻറ്റിനോട് സാമ്യമുള്ള അടുത്തടുത്ത പോയിന്റുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും ഇതിനൊക്കെയുള്ള ചാൻസ് ആണ് കൂടുതൽ കാണുന്നുള്ളൂ. എന്തായാലും നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് പറ്റുമെങ്കിൽ അതിന് മുന്നേ ഇടാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഒന്ന് ഫാസ്റ്റായിട്ട് തന്നെ ആൻസേഴ്സും കൂടി പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു പോവാം. കാരണം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ആൻസർ കീ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കതെല്ലാം കൂടി ചെയ്യാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഒരേ ദിവസം തന്നെയാണ് 2-3 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വേഗം ഇടുന്നത്. അപ്പോൾ ഒരുപാട് പേര് ആൻസർ കീയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കത് വേണ്ട രീതിയിലൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല. അതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതിനൊക്കെ ഭയങ്കര മടിയുള്ള സബ്സ്ക്രൈബേഴ്സാണ് തോന്നുന്നു എൻ്റെ ആൾക്കാരൊക്കെ. സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഓക്കെ, താങ്ക്